നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണല്ലോ തന്തൂരി ചിക്കൻ. നല്ല സ്വാദിഷ്ടമായ തന്തൂരി ചിക്കൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായി ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാം. അതിനായി 2 പീസ് ഇഞ്ചി, 6 വെളുത്തുള്ളി എന്നിവ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ തയ്യാറാക്കാനുള്ള മസാല ശരിയാക്കാം. അതിനായി മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആകാൻ സഹായിക്കും. തന്തൂരി ചിക്കൻ്റെ ആ നല്ല ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുകയാണ്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് തയ്യാറാക്കിയ മസാല പേസ്റ്റ് നന്നായി ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി മസാല നല്ലപോലെ ചിക്കനിൽ പിടിക്കുന്നതിനായി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇന്ന് ഞാൻ ഏകദേശം 4 മണിക്കൂർ വെച്ചു. കൂടുതൽ സമയം വെച്ചാൽ ചിക്കനിൽ നല്ലതുപോലെ മസാല പിടിക്കുകയും സ്വാദ് അതുപോലെ കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ ബേക്ക് ചെയ്യാനായി കുറച്ച് ബട്ടർ നന്നായി ഇതുപോലെ ബേക്കിംഗ് പാനിൽ തേച്ച് പിടിപ്പിക്കാം. അതിലേക്ക് മറിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മുകളിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി പെപ്പർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ടോപ്പ് റാക്കിൽ വെച്ച് ഒരു 2 മണിക്കൂർ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ശരിയായോ എന്ന് നോക്കാം. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ റെസിപ്പി പ്രഷർ കുക്കർ ഉപയോഗിച്ചും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുമല്ലോ. ഇങ്ങനെ സ്വാദിഷ്ടമായ തന്തൂരി ചിക്കൻ വളരെ ഈസിയായി സ്വന്തമായ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണേ. മറ്റൊരു രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം.